വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാണ് 2040 പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ. ഇതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ പറയുന്നു. എന്നാൽ ബി.ജെ.പി. നേതാക്കളും മറ്റ് CPM നേതാക്കൾ V.N. വാസവൻ എന്ന് പറഞ്ഞ മന്ത്രി അടക്കം വെള്ളാപ്പള്ളി ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും പറയുന്നു. വെള്ളാപ്പള്ളി ചരിത്രം സൃഷ്ടിക്കുകയാണ്, വെള്ളാപ്പള്ളി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം അഭിപ്രായങ്ങൾ പറയുന്നു എന്നാണ് വാസവൻ പറയുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, മന്ത്രിയാണ്. വെള്ളാപ്പള്ളി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ സതീശന്, അത് ഞാൻ വർഗീയത പറയുകയാണ്, കേസെടുക്കുക, അങ്ങനെ എന്നെ പേടിപ്പിക്കുന്നു. കാന്തപുരം കുന്തമെടുത്തെറിഞ്ഞാലും ഞാനത് പറയും, മുട്ടാളന്മാരുടെ മുന്നിൽ മുട്ടു മടക്കില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി പറഞ്ഞ ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പൊള്ളുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത്, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ എന്തിനും കാന്തപുരത്തിൻ്റെ അടുത്തോടും, കാന്തപുരമാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ആദ്യം മലപ്പുറത്ത് കൊണ്ടുപോയി അവിടുന്ന് തുല്യം ചാർത്തി വാങ്ങും, എന്നിട്ടേ നിയമം നടപ്പാക്കും എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഭൂരിപക്ഷ സമുദായമായി മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു, അവിഹിതമായ സ്വാധീനം സംസ്ഥാന ഭരണകൂടത്തിൽ, സംസ്ഥാന സർക്കാരിൽ മുസ്ലിങ്ങൾ ചെലുത്തുന്നു. വെള്ളാപ്പള്ളി എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, അത് സ്കൂൾ സമയത്തിൻ്റെ കാര്യത്തിലാവട്ടെ. കേരളത്തിൽ എത്രയോ കാലമായിട്ട്, കുറച്ച് കാലമായി ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാ 12:30 മണിക്ക് സ്കൂൾ വിടും. എന്തിനാണ്? വെള്ളിയാഴ്ച മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാൻ. മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാൻ ഒരു മതേതര രാജ്യത്തെ സ്കൂൾ സമയം 12:30-ക്ക് വിട്ടിട്ട് ആ ദിവസം നേരത്തെ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോൾ കാർട്ടൂൺ കണ്ടു. ഒരു ഹിന്ദു കുട്ടി പറയുകയാണ്, ഹിന്ദുക്കുട്ടി എല്ലാവരും കുട്ടി പറയുന്നത്, എടാ ഇവന്മാർക്ക് മദ്രസയിൽ പോകുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം അനുഭവിക്കണം, വെക്കേഷൻ വെട്ടിച്ചുരുക്കണം, ക്ലാസ് സമയം മാറ്റണം എന്നൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ ചിന്തിക്കുന്നു. എൻ്റെ പ്രതീകമായിട്ടൊരു ട്രോൾ വന്ന് വെള്ളാപ്പള്ളി പറയുക, സ്കൂളിൻ്റെ വിഷയം എടുക്കൂ, യൂണിഫോമിൻ്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കുന്നത് കാന്തപുരവും സമസ്തയൊക്കെ പറയുന്ന പോലെയാണ്, സ്കൂൾ സമയത്തിൻ്റെ കാര്യത്തിൽ അവർ പറയുന്ന പോലെയാണ്, വെക്കേഷൻ എപ്പോൾ വേണമെന്ന് അവർ പറയും. അങ്ങനെ സമഗ്ര മേഖലകളിലും മുസ്ലിങ്ങളുടെ തിട്ടൂരത്തിന് വിധേയമായിട്ടാണ് കേരളത്തിലെ പൊതുജീവിതം ഇപ്പോൾ നടക്കുന്നത്. ഇനി മാത്രമല്ല, വെള്ളാപ്പള്ളി അതിശക്തമായ ഒരു പ്രസ്താവന കൂടെ നടത്തി. ഇന്നലെ വെള്ളാപ്പള്ളി കോട്ടയത്ത് SNDP യോഗത്തിൻ്റെ നേതൃത്വ ക്യാമ്പ് നടന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. അതായത് യോഗത്തിൻ്റെ യൂണിയനുകളുടെയും ശാഖകളുടെയൊക്കെ ഭാരവാഹികളുടെ യോഗത്തിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മുഴുവനുള്ള ആളുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗത്തിലാണ്. കേരളത്തിലെ 2 മുന്നണികൾ LDF-ഉം UDF-ഉം മുസ്ലിം താല്പര്യങ്ങൾ മാത്രമാണ് നടപ്പാക്കുന്നത്. ശരിയല്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇവിടെ എന്തെങ്കിലും സമയം, സ്കൂൾ സമയം മാറ്റുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഹിന്ദു സംഘടനകളോ ക്രൈസ്തവ സംഘടനകളോ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരുത്തൻ്റെ സ്വകാര്യ വിഷയമാണ്. അത് പൊതുവിദ്യാഭ്യാസത്തിൽ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ സഫർ ചെയ്യണം, അനുഭവിക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? കാരണം അതിന് ഒരു യുക്തിയുണ്ടെങ്കിൽ ഒറ്റ യുക്തിയുള്ളൂ, കാരണം ആ വിഭാഗത്തിന് വേണ്ടി മറ്റുള്ളവർ അനുഭവിക്കണം എന്ന് പറഞ്ഞു വെക്കലാണ്. വെള്ളാപ്പള്ളി പറഞ്ഞു, കാന്തപുരത്തെ കേട്ട് ഭരണം നടത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇതിൽ ഏതാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റായിട്ടുള്ളത്? കാന്തപുരത്തിൻ്റെയും സമസ്തയുടെയും ഒത്താശകൾക്ക്, തിട്ടൂരങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ വഴങ്ങിയിട്ടില്ലേ? കാന്തപുരത്തിൻ്റെയും സമസ്തയുടെയും മുസ്ലിം സംഘടനകളുടെയും ഇച്ഛയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും കേരളത്തിലെ UDF-കാർ പറയുന്നുണ്ടോ? LDF-കാർ പറയുന്നുണ്ടോ? ആന്റണി പറഞ്ഞു, ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടമെന്ന് ആന്റണി പറഞ്ഞതിന് ആന്റണിക്ക് എന്ത് പറ്റി? മുഖ്യമന്ത്രി സ്ഥാനം പോയി. മനസ്സിലായില്ലേ? അതാണ് കേരളം. അവസാനമായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനമായി പറഞ്ഞത് AK ആന്റണിയാണ്. പിന്നീട് അതിനുശേഷം ഒരാളും പറയാൻ ധൈര്യപ്പെട്ടില്ല. ഇവിടെ ഈ V.D. സതീശൻ എന്ന് പറയുന്ന ആള് ഹിന്ദു നാമധാരിയായ ഒന്നാന്തരം ഇസ്ലാമിസ്റ്റാണ്. അദ്ദേഹം ചിന്തിക്കുന്നതും ഉറങ്ങുന്നതും ഉണരുന്നതും ആഹാരം കഴിക്കുന്നതുമൊക്കെ എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാം എന്നുള്ള ഒറ്റ വിചാരത്തോടു കൂടി മാത്രമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളും വർഗീയവാദിയാവും. കേരളത്തിലെ റിയാലിറ്റി ഇതാണ്. മുസ്ലിം സമുദായത്തിന് അഹിതമായ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. അതിനുവേണ്ടി ഈ സംസ്ഥാനത്തിലെ ഭൂരിപക്ഷം വരുന്ന, ഇപ്പോഴും ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹിന്ദു ഇല്ലല്ലോ ഇവിടെ. നായരും ഇഴവനും പുലയനും പറയനും നമ്പൂതിരിയും
ഒക്കെയാണുള്ളത്. ഹിന്ദു ഇല്ല. ഹിന്ദു എന്നുള്ള ഒരു എൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാം. ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കും പറയേണ്ടി വരുന്നത് എന്താണ്, ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്ന്. അപ്പോൾ വെള്ളാപ്പള്ളിയോട് എനിക്കൊരു ചെറിയൊരു വിയോജിപ്പുള്ളത്, അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഹിന്ദു ഐക്യത്തിന് വേണ്ടി. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് ഒരു ഹിന്ദുവിൻ്റെ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ വെള്ളാപ്പള്ളി അക്ഷീണം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആളാണ്. പക്ഷേ അതിനെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളും പെരുന്നയിലെ പോപ്പും കൂടി തകർത്ത് കളയുകയായിരുന്നു. കാരണം ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഹിന്ദു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി കളിക്കുന്ന കൊടാലിക്കയ്യായി പെരുന്നയിലെ പോപ്പ് പലപ്പോഴും കളിക്കാറുണ്ട്. വെള്ളാപ്പള്ളിയുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി അന്ന് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള മുദ്രാവാക്യവുമായി വെള്ളാപ്പള്ളി എടുത്ത ഒരു വലിയ എഫർട്ട് ഒരു പക്ഷേ വന്നത്ത് പത്മനാഭനും മഹാനായ വന്നത്ത് പത്മനാഭനും മഹാനായ ആർ ശങ്കറിനും ശേഷം കേരളത്തിൽ ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി നടന്ന ഏറ്റവും വലിയ മഹാപ്രസ്ഥാനമായിരുന്നു. അതിനെ തകർത്ത് തളഞ്ഞതിനകത്ത് സതീശനും പങ്കുണ്ട്, വാസവൻ്റെ പാർട്ടിക്കും പങ്കുണ്ട്, പിണറായിക്കും പങ്കുണ്ട്. കാരണം നായരും ഈഴവരും മറ്റ് ഹൈന്ദവ സമുദായങ്ങളും ഒന്നിച്ചു നിന്നാൽ ഈ പിപ്പലാട്ടങ്ങളും ഈ അഭ്യാസങ്ങളും നടക്കില്ല. അതുകൊണ്ട് ഹിന്ദുക്കളെ വിഘടിപ്പിച്ച് പല കള്ളികളിലാക്കി തമ്മിലടിപ്പിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തതല്ലേ, ജാതി കണക്കെടുക്കണം, ജാതിയുടെ അടിസ്ഥാനത്തിൽ കണക്ക് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിലെ ജാതികൾ തമ്മിൽ തല്ലണം എന്നാണ് പറയുന്നത്. അതാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. ഞാൻ ഈ സത്യമൊക്കെ പറയുമ്പോൾ എന്നെ വർഗീയവാദി എന്ന് വിളിക്കും. കേരളത്തിലെ ജനസംഖ്യയിൽ വലിയ കുതിച്ചുചാട്ടം മുസ്ലിമുകൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ വർഗീയതയാണോ? വെള്ളാപ്പള്ളി പറഞ്ഞു ക്രിസ്ത്യാനിക്ക് ഇതൊന്നും പ്രശ്നമല്ല, അവരെല്ലാം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ വർഗീയതയാണോ? ക്രൈസ്തവൻ നിലവിളിക്കുകയല്ലേ. ഇത് കേരളത്തിൽ ഹിന്ദുവിനേക്കാളും വലിയ നിലവിളി ഉയരുന്നത് ക്രൈസ്തവർക്കിടയിൽ നിന്നാണ്. അവർക്കെന്തു പരിഗണനയാണ്? മുമ്പ് നോക്കൂ, നമ്മൾ പറയായിരുന്നു അരബനകളിൽ കയറി ബിഷപ്പുമാരെ കയറി നിരങ്ങി നടക്കുമായിരുന്നു രാഷ്ട്രീയക്കാരത്. ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ബിഷപ്പിനെതിരെ കേസ്, പാലാ ബിഷപ്പിനെതിരെ കേസ് FIR ഇട്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിക്കാം. അതൊക്കെ പെൻഡിങ് ഉറങ്ങിക്കിടക്കുകയാണ്. ക്വാഷ് ചെയ്തിട്ടില്ല, റദ്ദാക്കിയിട്ടില്ല. കേരളത്തിലെ ഒരു ബിഷപ്പിനെതിരെ കേസെടുക്കാൻ കേരളത്തിലെ CPM സർക്കാരിന് ധൈര്യം വന്ന് എന്തുകൊണ്ടാണ്? ഇപ്പുറത്ത് ഇസ്ലാം വോട്ടുകൾ വേണം, മുസ്ലിം വോട്ടുകൾ വേണം. ഇപ്പോൾ DGP ആയിട്ട് രവത ചന്ദ്രശേഖർ പറഞ്ഞില്ലേ, നാർക്കോട്ടിക് ടെററിസം ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസമാണ് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. റവാഡ എന്ന് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാർക്കോട്ടിക് ടെററിസം ഉണ്ട് എന്ന് കേരളത്തിൻ്റെ DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് തന്നെയല്ലേ പാലാ ബിഷപ്പ് പറഞ്ഞത്? നാർക്കോട്ടിക് ജിഹാദുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ടെററിസമാണ്. ലോകത്തെല്ലായിടത്തും എല്ലാ ഭീകരപ്രവർത്തകരും എല്ലാ ഭീകരവാദികളും ആളുകളെ കൊല്ലുന്നത് ടെററിസം എന്ന് വിളിക്കുന്നതും അത് ജിഹാദാണ് അല്ലേ? ജിഹാദിന്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലുന്നത്. അപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് റവാഡ പറഞ്ഞത് തന്നെയാണ് നാർക്കോട്ടിക് ടെററിസം എന്ന് റവാഡ പറഞ്ഞത് തന്നെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞു. ബിഷപ്പിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും കരുത്തുറ്റ സ്ഥലമെന്ന് എക്കാലത്തും പറഞ്ഞു കേട്ടിട്ടുള്ള പാലായിലെ ബിഷപ്പിന്റെ അരമനയ്ക്ക് മുന്നിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ ബിഷപ്പിനെ ചീത്ത വിളിച്ച് പൂരപ്പാട്ട് നടത്തി കൊല്ലുമെന്ന ഭീഷണിയുമായിട്ട് പ്രകടനം നടത്തിയപ്പോൾ കോൺഗ്രസ് വന്നില്ല, CPM വന്നില്ല. ആരെ പിടിച്ചിട്ടാ? ഇസ്ലാമിസ്റ്റുകളെ പിടിച്ചിട്ടാണ്. അവർക്ക് വേണ്ടത് ക്രൈസ്തവന്റെ വോട്ട് വേണ്ട. ആകെ വന്നത് പാലാ ബിഷപ്പിന് അനുകൂലമായി സംസാരിക്കാൻ അവിടെ വന്നത് BJPയും RSSും മാത്രമാണ്. ഇതൊരു വസ്തുതയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെള്ളാപ്പള്ളി ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളിയെ അങ്ങനെ പേടിപ്പിക്കാനെന്ന് നോക്കിയാൽ വെടിക്കെട്ടുകാരൻ്റെ വീട്ടിലെ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്നത് പണ്ടൊരു ചൊല്ലുണ്ട്. ഇത് വെടിക്കെട്ടുകാരനാണ് ആര്? വെള്ളാപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടത്തുന്ന ആൾ വെള്ളാപ്പള്ളിയാണ്. കാരണം ഇത് വെടിക്കെട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സ്ഫോടന ശബ്ദം ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നത്. കാരണം കേരളത്തിൽ സത്യം പറയാൻ സാമുദായികമായി മതപരമായിട്ടുള്ള അന്തരം ഒരു പ്രത്യേക വിഭാഗം അവിഹിതമായി മറ്റുള്ളവർക്കുള്ളത് കൂടെ തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുണ്ടെന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള ഏക നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി അവർക്ക് കണ്ടുകൂടല്ലോ. അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിന് വെള്ളാപ്പള്ളിക്ക് CRPFന്റെ സുരക്ഷ കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-80 വയസ്സുള്ള ഒരു മനുഷ്യൻ നിർഭയം നിരന്തരം സത്യങ്ങൾ വിളിച്ചു പറയാണ്. ഈ സത്യങ്ങൾ കേട്ട് പൊള്ളുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷം സംസ്ഥാനമാകുകയാണ് എന്ന് പറയുന്നത് തെറ്റാണോ? അല്ല, ഫാക്റ്റാണ്. കേരള ഭരണത്തിൽ അവിഹിതമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് മുസ്ലിം സമുദായം, മുസ്ലിം സംഘടനകൾ സ്വാധീനം ചെലുത്തുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്?
ഏതാണ്, ഏത് ഭാഗത്ത്, എവിടെയാണ് മുസ്ലിമുകൾ അവിഹിതമായി ഒരു കളക്ടറെ നിയമിച്ചാൽ അത് പറ്റില്ല എന്ന് പറയുന്ന ആരാണ്? നമ്മൾ കേട്ടിട്ടുണ്ടോ സമസ്ത പോലെയുള്ള സംഘടനകൾ ഇത്രയും ഓരോ കാര്യത്തിലും കേരളത്തിൻ്റെ സാമൂഹിക വിഷയങ്ങളിൽ, ഭരണപരമായ കാര്യങ്ങളിൽ ഇത്രമാത്രം ഇടപെടുന്നൊരു സ്ഥിതി കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ഇവിടുത്തെ SNDPയോ NSSോ ബ്രാഹ്മണ സഭയോ KPMSോ ഇങ്ങനെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഭരണത്തിൽ അവിഹിതമായി ഇവർ ഇടപെടുന്നു? ഇത് പറയാൻ ഒരു വെള്ളാപ്പള്ളിയെങ്കിലും ബാക്കിയുള്ളതാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും ഭാഗ്യം എന്ന് ഞാൻ പറയും. വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ ക്രൈസ്തവർക്ക് അലോസോരം ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവാം, അത് പൊക്കി പിടിച്ചുകൊണ്ട് വരും. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ സഭയ്ക്കാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അത് മുൻകാലങ്ങളിൽ അനുഭവിച്ച് കിട്ടിയതാണ്. അവരാണ് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അതൊരു ക്രൈസ്തവ വിരുദ്ധമായ പ്രസ്താവനയായിട്ട് ഞാൻ കാണുന്നില്ല. ഇറ്റ്സ് എ ഫാക്റ്റ് അല്ലേ? ഇത് വസ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവരാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെയും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്രൈസ്തവരും ഈഴവരും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ വലിയ സമാധാനപരമായിട്ട് സഹകരിച്ച് ജീവിക്കുന്നവരാണ്. ഈഴവരും മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും തമ്മിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഏറ്റവും ആരോഗ്യകരമായ തരത്തിൽ ജീവിക്കുന്ന രണ്ട് സമുദായങ്ങളാണ്. പക്ഷേ ക്രൈസ്തവർക്ക് ഹിന്ദുക്കളെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ. പക്ഷേ ക്രൈസ്തവർക്ക് മുസ്ലിമുകളെ കുറിച്ച് പരാതിയുണ്ട്. കാരണം മുസ്ലിം സംഘടനകൾ, മുസ്ലിങ്ങളെ വ്യക്തിപരമായിട്ടല്ല, മുസ്ലിം സംഘടനകൾ എടുക്കുന്ന നിലപാടുകൾ മൂലമാണ്. കാരണം ഇവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ 80-20 അല്ലായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വരുമ്പോൾ 80% മുസ്ലിമുകൾ എടുക്കും, 20% വേണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് തന്നേക്കാം എന്ന തരത്തിലായിരുന്നു. അതിനെ ക്വാഷ് ചെയ്യിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണ്. അനീതി വ്യാപകമായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് തുല്യമായിട്ടായിരിക്കണം. തുല്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളും പറയുന്നൊരു കാര്യമാണ്, തുല്യമായി കിട്ടണം. തുല്യമല്ലല്ലോ. അവർക്ക് മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ ഞങ്ങളാണ് എന്ന് ഇവർ ധരിക്കുകയാണ്. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്ന തെമ്മാടിത്തരം അവസാനിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതെങ്ങനെ വർഗീയതയാവും? വെള്ളാപ്പള്ളി എന്തു വർഗീയ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വെള്ളാപ്പള്ളി എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ളത് ഒരു മഹാഭാഗ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.